ജാഥ പോലെയാണ് അവർ വരണേ. അപ്പം നമുക്കിവിടെ നിറച്ചിങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ, ഇങ്ങനെ മുകളിൽ പൂത്തിരിയൊക്കെ കത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് മുകളിൽ പോയി ഒന്ന് കാണും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. നീത്തുവാണ്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ലാസ്റ്റ് വ്ളോഗിൻ്റെ വീക്കെൻഡ് വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ മലബാർ സ്റ്റൈലിൽ, നമ്മുടെ കേരള ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണേ. ചിക്കൻ ബിരിയാണിയാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കും. അതല്ലാതെ ബിരിയാണികൾ ഭയങ്കര കുറവാട്ടോ. ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി അതൊക്കെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണേ. ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് സവോള നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. കൂടെ മല്ലി, പുതിന നന്നായിട്ട് ചോപ്പ് ചെയ്തതാട്ടോ, നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ടു. അപ്പോൾ അതവിടെ ശരിയാകുമ്പോഴേക്കും നമുക്ക് ചോറ് വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കണേ. അതിലേക്ക് സവോള ഇട്ടിട്ട് ആദ്യം ഒന്ന് സവോള വറുത്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിലാണ് അരി വെക്കണേ. അപ്പോൾ അതിൽ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഇത് ഏകദേശം ഒന്ന് വാടി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തു. അപ്പോൾ സവോള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ട് നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഉപയോഗിക്കാനില്ല കേട്ടോ. എന്നാലും ബിരിയാണി അല്ലേ, കുറച്ചെണ്ണയൊക്കെ വേണ്ടി വരും. അത് നമുക്ക് വഴി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അത് മാറ്റി ഓൾ സ്പൈസസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്ലേവർ ഒന്ന് വന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യ് നമ്മുടെ തീർന്നു. അപ്പോൾ ഞാൻ കുപ്പി അവിടെ വെച്ചിട്ട് അതൊന്ന് ഉരുകി വന്നപ്പോഴേക്കും അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ അരി കഴുകി വാരി വെച്ചിരുന്ന നമ്മുടെ ജീരകശാല അരിയാണ് ഇട്ടത്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുക്കാറ്. അത് ഞാൻ കിറ്റലിൽ ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പിട്ടു. നന്നായിട്ട് ഇളകി കൊടുത്തു. ചെറുനാരങ്ങ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തില്ല. ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഇനി കൊഴിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത് ഏകദേശമായിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് കുറച്ച് തൈര് ചേർത്തു. പിന്നെ മട്ടൻ ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, പിന്നെന്താ കുറച്ച് കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് കുറച്ച് വീതം എന്നിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചു. അപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് മട്ടനിലേക്ക് നല്ല പരിവായിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ തുറന്ന് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചോറ് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. അതായത് ഒരു ദമ്മും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഒട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വിട്ട് തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിലേക്ക് അരിയും കൂടെ ചോറും കൂടെ ചേർത്ത് ഒന്ന് മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മല്ലി, പുതിന കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. പിന്നെ നമ്മൾ വറുത്ത് കോരിയ സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം മേളിലിട്ട് ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി. പിന്നെ എന്താ ഇനി ചേർക്കാനുള്ളത്? നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല. നെയ്യും ചേർക്കാറുണ്ട് ഞാൻ. മുകളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഇങ്ങനെ ഒഴിക്കാറുണ്ടായിരിക്കും എല്ലാവരും. എന്നാലും ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നെയ്യും കൂടെ കുറച്ച് നെയ്യ് മതി. പിന്നെ ഒരു ഇച്ചിരി മസാലപ്പൊടി കേട്ടോ, അതും മേളിൽ തൂവി കൊടുക്കുക. അപ്പോഴും നല്ല ഫ്ലേവർ കൊടുക്കും ബിരിയാണിക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, ഏറ്റവും സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷൈ ചേട്ടൻ മൂവി കണ്ട് വന്നു. അങ്ങനെ ഞാൻ ദം പൊട്ടിക്കാനൊന്നുമില്ല, അങ്ങനെ തുറന്നു. അത്ര നേരം തുറന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണി ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞങ്ങളിതാ ഊണ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. നല്ല അടിപൊളി മണമായിരുന്നു.
പക്ഷേ സത്യം പറയട്ടെ, ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ദം ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ പീസ് വേറെ ആയിരിക്കും, ശരിയാണ്. മട്ടൻ്റെ നമ്മൾ വാങ്ങിച്ച ആ ഒരു പീസസ് അല്ല അതിന് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത്തിരി ഒരു ക്വാണ്ടിറ്റി ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പം, ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ലല്ലോ. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫൊക്കെ ചെയ്യുന്ന, ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടല്ലേ ചെയ്യാം. അപ്പം ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു, അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാമെന്ന്. അങ്ങനെ ചിക്കൻ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്, അതുപോലെ പ്രോൺസും. അപ്പോൾ എന്താ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അച്ചാർ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളോടെ ഉറങ്ങുക. ഞാൻ ഉറങ്ങാറില്ല കേട്ടോ പകൽ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. പണ്ട് മുതലേ അങ്ങനെ വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങുമ്പം അവധി ദിവസങ്ങളിലൊക്കെയാണല്ലോ നമ്മൾ വീട്ടിൽ നിൽക്കുക. അപ്പം അച്ഛനും അമ്മയും വേറെ എല്ലാവരും ഉറങ്ങും കുറച്ച് സമയം ഉച്ചയ്ക്ക്. എനിക്കെന്തോ ഉറങ്ങാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് കിടന്ന സമയത്ത് വരെ ഞാൻ പകൽ അങ്ങനെ ഉറങ്ങിയില്ല. പക്ഷെ പാറു എന്നെ രാത്രി ഉറക്കാതെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ശരിക്കും അവൾ രാത്രി അത്യാവശ്യം ഒരു 12 മണി വരെ അങ്ങനെ ഇരിക്കും. കറക്റ്റ് 12 മണിയാകുമ്പോൾ അവൾ ഉറങ്ങും. രാവിലെ ഒരു 6:30-ക്കാണ് അവൾ അങ്ങനെ എഴുന്നേക്കുക. അതായത് നമുക്ക് ഉറക്കം കിട്ടാതെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ പകൽ ഉറങ്ങേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അതിന് മുന്നേ ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ എഴുന്നേറ്റിട്ട്, ഷൈച്ചേട്ടനെ എഴുന്നേറ്റിട്ട് വേണം ചായ വെക്കാനായിട്ട്. ഞാൻ പാൽ ചായ കുടിക്കണോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ചായ ഇവിടെ അടുത്ത റോഡുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്, തൊട്ടടുത്തല്ല, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ആ റോഡിനോട് ചേർന്ന് നമ്മൾ ഇപ്പുറത്താണ്. അതുകൊണ്ട് അത്രയും ഇല്ല പൊടിയൊന്നും, എന്നാലും ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞ ചായ പാൽ ഒഴിവാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൽ ചായ രാവിലെ വൈകുന്നേരം ഓരോ ചായ കുടിക്കുള്ളൂ. പക്ഷെ അതങ്ങനെ ഒഴിവാക്കി കട്ടൻ ചായ കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കട്ടൻ ചായ ചക്കര ഇട്ട് കുടിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ, അതുപോലെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ഇച്ചിരി പനിക്കൂർക്കയോ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ നമുക്ക് ബോറടിക്കില്ലല്ലോ. അപ്പോൾ പനിക്കൂർക്ക ഇവിടെ ചെറുതുണ്ട്, ഒരു ചട്ടിയിൽ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഷൈച്ചേട്ടനെ എഴുന്നേൽക്കുമ്പോൾ ആൾക്കൊരു പാൽ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ചായ ഇടാനായിട്ട് പനിക്കൂർക്ക പൊട്ടിക്കണം. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാൽക്കണിയാണ്, ചെറിയൊരു അടുക്കളയുടെ അവിടുത്തെ ബാൽക്കണിയാണ്. പിന്നെ ഇവിടെ നമുക്ക് പനിക്കൂർക്കയുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുളസിയാണ്. 3 തൈ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം മാത്രമേ പിടിച്ചുള്ളൂ. അപ്പോൾ അതെന്തായാലും പിടിച്ചു കിട്ടി. ഇത് പനിക്കൂർക്ക, അത് അപ്പുറത്തെ ചട്ടിയിലാണ് നിൽക്കണേ. നിൽക്കുന്നത് സാമ്പാർ ചീര കേട്ടോ. ഇപ്പം അങ്ങനെ നിൽക്കണേ എന്താ വെച്ചാൽ ഞാൻ മൊത്തം എടുത്ത് കറി ഉണ്ടാക്കി. അപ്പോൾ പൊടിച്ച് വരണേ ഉള്ളൂ. അതിനി അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമായത്. അപ്പോൾ ആർത്തങ്ങോട്ട് പിടിച്ചു വരും, നന്നായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ എന്താ പനിക്കൂർക്കയിൽ നിന്ന് കുറച്ച് നുള്ളു കേട്ടോ. രണ്ടെണ്ണം നുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ചായ ഉണ്ടാക്കാം. ഈ പനിക്കൂർക്ക പനി വരുമ്പോൾ മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാതെയും ചായ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. ഇനി പനിക്കൂർക്ക വീട്ടിലുണ്ടായിട്ടും ചായ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് അറിയാത്ത ആൾക്കാരും ചിലപ്പോൾ കാണുന്നുണ്ടാവും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ലതാണ് നമ്മൾ കുടിക്കണേ, തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും. അപ്പം ചായ കേട്ടോ ഞാൻ ഉണ്ടാക്കണേ, കാപ്പിയല്ല. അങ്ങനെ ചായയാണ് എനിക്കിഷ്ടം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ചായയാണ് ഇഷ്ടം. വല്ലപ്പോഴും ഒക്കെ ഒരു എന്താ പറയുക, ഫിൽറ്റർ കോഫിയൊക്കെ പുറത്ത് പോകുമ്പോൾ കുടിക്കും എന്നൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ട് വീട്ടിലുണ്ടാക്കാറുണ്ട്. അത്രയേ ഉള്ളൂ കോഫി. അപ്പോൾ ഞാൻ മൂടി വെച്ച് തിളപ്പിച്ചു കേട്ടോ. മൂടി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇലയുടെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങുക. അങ്ങനെ കുറച്ച് ചായപ്പൊടി ഇട്ടു. ഇനി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഞാൻ ഇടലില്ല. ഞാൻ ചക്കര നന്നായിട്ട് പാവാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ചക്കരയും വാങ്ങിച്ച് കഴിയുമ്പം
ഒന്ന് പാവാക്കിയിട്ട് ഇതുപോലെ പാനിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹെൽത്തി ചായ കേട്ടോ. ചായ അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അതെങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുടിക്കുന്ന ചായ കേട്ടോ ഇത്. എനിക്കിഷ്ടമാട്ടോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ. പാറു ഉറങ്ങുന്ന ദിവസമാണെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കുടിക്കും. അകത്തിരുന്ന് കുടിക്കില്ല, എനിക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും എപ്പോഴും. ഇന്നിപ്പോൾ വലിയ കാറ്റ് തോന്നുന്നില്ല, പക്ഷെ മിക്കവാറും കാറ്റുണ്ടാവും. എന്ത് കാറ്റ് കാര്യമായിട്ടില്ല. അപ്പോൾ നല്ല കാറ്റായിരിക്കും. ചൂട് കാലത്ത് കാറ്റുണ്ടാവും, പക്ഷേ ചൂട് കാറ്റായിരിക്കുള്ളൂ. തുണിയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അവിടെ ഈ കാറ്റുള്ളതുകൊണ്ട്. എന്നാലും കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നാൽ നമുക്ക് ചൂടെടുക്കൊന്നുമില്ല. ചായ കുടിച്ചു കഴിഞ്ഞ് നല്ല ഒന്ന് ഉഷാറായി. അപ്പോൾ പിന്നെ കൊച്ചു കൊച്ചു പണികളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അച്ഛനും മോളും എഴുന്നേൽക്കുന്നതിന് മുന്നേ. അങ്ങനെ തുണികളൊക്കെ ഒന്ന് മടക്കി എടുക്കുവാണ്. ഞാൻ അഴയിന്ന് എടുക്കുമ്പോൾ തന്നെ ഒന്ന് മടക്കിയിട്ടാട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് എടുത്തു കഴിയുമ്പം അങ്ങ് ചുരുണ്ടു പോകും. പിന്നെ ആ ചുളുക്ക് ഭയങ്കര അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തുണി എടുക്കുക, നല്ലോണം മടക്കി മടക്കിയപ്പോൾ നമ്മുടെ പണിയും കുറവായിരിക്കുമല്ലോ മടക്കുന്ന സമയത്ത്. പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ ഇങ്ങനെ വൈകുന്നേരം അമ്മമാരൊക്കെ തീർത്ത് വയ്ക്കില്ലേ, അപ്പോൾ അതൊക്കെ കണ്ട് വളർന്ന നമ്മളും അതുപോലെയൊക്കെ അങ്ങ് ചെയ്ത് തീർക്കും. പിന്നെ കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ആ സൈഡിലൊക്കെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ, ഇവിടെ അധികം വെയിൽ കിട്ടില്ല ഈ ബാൽക്കണിയിൽ, എന്നാലും അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആഗ്രഹത്തിൻ്റെ പേരിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യക്കുറവുണ്ട്, എന്നാലും വളരെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ, അകത്തും പുറത്തും ഒക്കെ ആയിട്ട്. പിന്നെ നേരെ ഞാൻ റൂഫ് ടോപ്പിലേക്ക് വന്നു. വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് ഞാൻ പാറുമായിട്ട് ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഇതാ താഴത്തേക്ക് നോക്കിയപ്പോൾ കുറേ ബാനറൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്, ഫ്ലാഗ്സ് ഉണ്ട്. അപ്പോൾ ഏതോ കല്യാണത്തിൻ്റെ പ്രമാണിച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ വരുമ്പോൾ ആ റോഡിലേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ കല്യാണങ്ങൾക്ക് ഇങ്ങനെയാട്ടോ, നിറയെ പോസ്റ്ററും പിന്നെ വഴി നീളെ, അതായത് അവരുടെ ആ ഒരു ഓഡിറ്റോറിയം ഉണ്ടാവില്ല അവരുടെ വീടിൻ്റെ, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നിറയെ ഉണ്ട് മഹൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് വീട്ടിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പം റിസപ്ഷൻ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വീട്ടിലേക്ക് പോകുന്നതാണോ അതോ ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ആ മഹൽ, അങ്ങോട്ട് പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ റോട്ടിൽ നിന്ന് ഒരു കുതിരവണ്ടി ഉണ്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള. അതിൽ ചെറുക്കനും പെണ്ണും ഇരിക്കും. എന്നിട്ട് ഫ്രണ്ടിൽ കുറേ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് കുറേ താളം പിടിച്ച് അവിടെ റിലേറ്റീവ്സ് ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു ജാഥ പോലെയാണ് അവർ വരുന്നത്. അപ്പം നമുക്കിവിടെ നിറച്ചിങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ, ഇങ്ങനെ മുകളിൽ പൂത്തിരിയൊക്കെ കത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് മുകളിൽ പോയി നിന്ന് കാണും, ഭയങ്കര കൊട്ടായിരിക്കും. പിന്നെ ബാൻഡ് മേളം, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അവരുടെ റിലേറ്റീവ്സ് പ്രായമായ സ്ത്രീകൾ വരെ ഉണ്ടാവും, നല്ല പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഇതുമാതിരി ഇങ്ങനെ പോവും. വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിളിയൊക്കെ പറന്നു പോകുന്നുണ്ടെന്ന് അറിയാം, എല്ലാം കൂട്ടിക്കയറേണ്ട സമയമായി തുടങ്ങിയില്ലേ. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അസ്തമയം കാണാം. എന്താ രാവിലെ വന്ന അടിപൊളിയാട്ടോ. രാവിലെ ഇപ്പം കുറച്ച് നാളായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഞ്ഞുണ്ടാവേ, ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോഴും മഞ്ഞില്ല, എന്നാലും ഒരു മൂടൽ പോലെ ഒരു ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് താഴത്തേക്ക് പോവാം. 6 എഴുന്നേറ്റ് തോന്നിട്ട് ഒച്ചയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ താഴെ തന്നെയാണ്. കുതിരവണ്ടി ഇല്ലേ ഇന്ന്? പാറു മൂൺ എവിടെ? പാറു എവിടെ എവിടെ ഒന്ന് കാണിച്ചേ. ആ മൂന്നെടുത്ത് സാധനം
സന്ധ്യ കഴിഞ്ഞപ്പോൾ കൊട്ട് കേട്ട ഉടനെ തന്നെ ഞങ്ങൾ ഓടി മേളിൽ കയറി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ആയിട്ട്. ഇന്ന് കുതിരവണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കൂടെ മേളിൽ നിന്നിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.